സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഇപ്പോൾ ചിന്തിച്ചു പോകും. പശ്ചിമേഷ്യയിലെ സംഘർഷം, ഇറാൻ ഇസ്രായേൽ യുദ്ധം, അമേരിക്കയുടെ ഇടപെടൽ, ഗൾഫ് രാജ്യങ്ങൾ മുൾമുനയിൽ നിൽക്കുന്നു, സൈനിക ക്യാമ്പുകൾക്ക് നേരെ, അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ശരിക്കും വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ആ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാനിലാണെങ്കിൽ പൊരിഞ്ഞ തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തല്ലെന്ന് പറയാൻ പറ്റില്ല, പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. താലിബാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ താലിബാൻ ശരിക്കും പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ആയത്തുള്ള അലി ഖമനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഷിയാക്കളുടെ വലിയ പ്രതിഷേധം US കോൺസുലേറ്റിലേക്കൊക്കെ നടക്കുന്നു. ഒരുപാട് പേർ മരിക്കുന്നു. വല്ലാത്തൊരു അരാജകത്വമാണ് പാകിസ്ഥാനിലും ഈ പറയുന്ന രാഷ്ട്രങ്ങളിലും ഈ മേഖലയിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തൊട്ടരികിൽ നിൽക്കുന്ന ഇന്ത്യ, എനിക്ക് തോന്നുന്നു ടെഹ്റാനിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിനേക്കാൾ കുറവാണ് ദൂരം, അല്ലെങ്കിൽ കിലോമീറ്റർ കുറവാണ്. അപ്പോൾ അത്രയും സ്ട്രാറ്റജിക് ആയി ടെഹ്റാനും പാകിസ്ഥാനും ഇറാനും ഒക്കെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ 2020 ലോകകപ്പ് മത്സരങ്ങൾ വരെ വളരെ സുഗമമായി നടക്കുന്നു. എല്ലാവരും വളരെ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഫേസ്ബുക്കിലിരുന്ന് നരേന്ദ്രമോദിയെ വിമർശിക്കാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ സത്യത്തിൽ ഇന്ത്യ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ള ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഒരു റോൾ എന്താണെന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഒരു ചോദ്യം. കാരണം എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് മികച്ച ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. UAE ആയിട്ടും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് വളരെ മികച്ച ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമുള്ളത്. എല്ലാ ഭരണത്തലവന്മാർ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരുമായിട്ടും അഭേദ്യമായ രീതിയിലുള്ള ബന്ധമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ ഇറാനുമായിട്ടും നമുക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൂടാതെ ഇസ്രായേൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു പാർട്ട്ണറായിട്ട് മാറിയിരിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയി സന്ദർശിച്ചു. നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി, ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ബന്ധം വീണ്ടും വന്നിട്ടുണ്ട്. അത് ജിയോ പൊളിറ്റിക്സിലായിട്ടൊക്കെ ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ത്രെറ്റ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഡിപ്ലോമസിയുടെ ഒരു ഗുണം തന്നെയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 2014 ശേഷം ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലി ഉള്ള ഒരു ഫോറിൻ പോളിസിയാണ്. അതിൽ ഇന്ത്യക്ക് എന്ത് ഗുണം എന്നുള്ളതാണ്. കാരണം നമുക്ക് മറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പൗരന്മാരെ പരമാവധി സുരക്ഷിതരാക്കി നിർത്തുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാതെ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറക്കെ പറഞ്ഞ ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറൊക്കെ നടത്തുന്ന പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയേണ്ടി വരും. കാരണം നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് ആക്സസ് ഉണ്ട്. നമ്മൾ ആരോടും അമിതമായിട്ടുള്ള ശത്രുത കാണിക്കുന്നില്ല. എന്നാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇപ്പം ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. കാരണം നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. അതുമാത്രമല്ല, ഗൾഫ് രാഷ്ട്ര തലവന്മാരോട് നരേന്ദ്രമോദി പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു. കാരണം അവിടെ ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും മലയാളികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു കടപ്പാട് കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ. നമുക്കിവിടെ ഫേസ്ബുക്കിൽ ഇരുന്ന് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ, ഇവിടെ ഇന്ത്യ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഒന്ന് ഇന്ത്യ വിട്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ അറിയാം അവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ മെയ് മാസം നടന്നതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രത്യാക്രമണ ശ്രമങ്ങളാണ് നടന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ ജനസംഖ്യയുള്ള നഗരങ്ങളെ ലക്ഷ്യമിട്ട് 1000-ഓളം മിസൈലുകളും അതുകൂടാതെ ഡ്രോണുകളുമൊക്കെയാണ് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. പക്ഷെ ഒന്നുപോലും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. എല്ലാം വളരെ നൈസായിട്ട് തന്നെ ഇല്ലാതാക്കാൻ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന് അല്ലെങ്കിൽ നമ്മുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതും ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത പ്രഹ്ലാദ രാമറാവു എന്ന് പറഞ്ഞ കർണാടകക്കാരൻ്റെ നേതൃത്വത്തിൽ DRDOയിലെ മികവുറ്റ ശാസ്ത്രജ്ഞർ ഡെവലപ്പ് ചെയ്തെടുത്ത ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഏറ്റവും മികച്ച റോള് ആ ഒരു ത്രെറ്റ് ഒഴിവാക്കുന്നതിൽ വഹിച്ചത്. അപ്പോൾ അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് 1000-ഓളം വരുന്ന മിസൈൽ ഡ്രോണുകളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തൊടുത്തുവിട്ടത്. പക്ഷേ ഇതെല്ലാം ഒരു പോറലും പറ്റാതെ, അതായത് ആർക്കൊരു ആപത്തും പറ്റാതെ, സിവിലിയൻസിന് ഒരു വിഷയവും പറ്റാത്ത രീതിയിൽ തന്നെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഇത്രയും സമ്പന്നരായുള്ള രാഷ്ട്രങ്ങളായിട്ട് പോലും ഈ പറയുന്ന പല ഗൾഫ് രാഷ്ട്രങ്ങൾക്കും ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇല്ല എന്നതും ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ ആകാശ്
ഡിഫൻസ് മിസൈൽ സിസ്റ്റം. അതിനൊപ്പം നമുക്ക് കുറവുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് എക്വയർ ചെയ്യുന്നു. അപ്പം ശരിക്കും ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി ആണെങ്കിലും ഡിഫൻസ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഏറ്റവും റോബസ്റ്റായ രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാത്തിനും കുറ്റം പറയാൻ ഇവിടെ കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മതബോധം കൂടുതലായിട്ട് തലയിൽ ഇങ്ങനെ തിളച്ച് AC റൂമുകളിൽ ഇരുന്നിട്ട് നരേന്ദ്രമോദി ഇങ്ങനെ വിമർശിക്കുകയാണ്. ഇറാനിനെ എന്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു രാഷ്ട്രത്തോടും പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. പക്ഷേ ഇറാൻ ഒരു ത്രെട്ടാണ് ഇന്ത്യക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എന്ത് ഗുണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏത് രാഷ്ട്രങ്ങളിൽ നിന്നാണ് നമുക്ക് ഗുണം ലഭിക്കുന്നത്? നമുക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും, നമുക്ക് ഇസ്രായേലിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, ആരിൽ നിന്നാണെങ്കിലും നമുക്ക് എവിടെ എന്ത് ഗുണം എന്നുള്ള ഇന്ത്യയുടെ ഗുണം, ഇന്ത്യയുടെ മികവ്, അതുകൂടാതെ ഇന്ത്യയുടെ പൗരന്മാരുടെ സുരക്ഷ, അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ഈ ഇറാൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറുകയാണെങ്കിൽ, അവിടെ ആണവ സമ്പുഷ്ടീകരണമൊക്കെ നടത്തി അവരൊരു ന്യൂക്ലിയർ പവറായി മാറുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു വലിയ ത്രെട്ട് തന്നെയായിരിക്കും. കാരണം ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഓൾറെഡി ഉണ്ട്, അവരൊരു ന്യൂക്ലിയർ പവർ ഉള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ പവേർഡ് കൺട്രിയാണ്. അതുകൂടാതെ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമായ കൃത്യമായിട്ടുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയുള്ള അല്ലെങ്കിൽ ഒരു മതഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ പവർ എന്നുള്ള രീതിയിൽ അവർ മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആണവ ആയുധശേഷി അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ത്രെട്ട് തന്നെയാണ്. മേഖലയിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇറാൻ ആവുന്നു, പാകിസ്ഥാൻ ഓൾറെഡി ന്യൂക്ലിയർ പവർ നേടിയെടുത്ത രാഷ്ട്രമാണ്. അതുകൂടാതെ ചൈന. അപ്പോൾ ചൈന, ഇറാൻ, അതുകൂടാതെ പാകിസ്ഥാൻ, ഇവരുടെ ഒരു നെക്സസ് നമുക്കറിയാം. ഇന്ത്യ ശരിക്കും കോർണർ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയുടെ പാവ ഭരണകൂടം ഇറാനിൽ വന്നാലും നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അമേരിക്ക ആകുമ്പം അതിലൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ നടക്കുമെങ്കിൽ പോലും ബെറ്ററാണ് നമ്മുടെ ഏതാണോ നമുക്ക് ബെറ്റർ എന്നുള്ള ആസ്പെക്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ ഇന്ത്യക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. ഈ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ടായിരുന്നു, ആ കാര്യത്തിലൊന്നും സംശയമില്ല. ചബഹാർ തുറമുഖം ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തത്. അത് മാത്രമല്ല ഒരു ഷിയ ലോബിയുമായിട്ട് ഇന്ത്യക്ക് പലപ്പോഴും ബന്ധമുണ്ട്, അത് പല ഗുണങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ വളരെ ഫോർച്ചുനേറ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വിമർശിക്കുന്നവർക്ക് വിമർശിക്കുക, പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് അല്പം ലോജിക്കലി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. മികച്ച ഒരു ഭരണാധികാരി, മികച്ച രീതിയിൽ കാര്യങ്ങൾ സമീപിക്കാൻ പറ്റുന്ന, ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ സുരക്ഷയ്ക്ക് പരമ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ട്. അതുകൂടാതെ നമ്മുടെ ബ്രേവ് സോൾജേഴ്സ്, നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൈനിക സംവിധാനം, പിന്നെ ഭരണഘടന, ജനാധിപത്യം, ഇതൊക്കെ നമ്മുടെ ആണിക്കല്ല് തന്നെയാണ്. ഇതൊക്കെ തന്നെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയായി മാറിയിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, 2014 മുമ്പ് കാര്യങ്ങളൊക്കെ നടന്നില്ലേ, 2014 ശേഷമാണ്? ഒരിക്കലും അല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. കാരണം സർക്കാരുകൾ മാറി വരികയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അതിനു മുമ്പും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം ഇന്ത്യക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ വലിയ രീതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതും അംഗീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത.